Ladies and gentlemen, far from being lambs led to the slaughter, Israel's soldiers have fought back with incredible courage and with heroic sacrifice. And I have another message for the world outside this hall. We are winning! കഴിഞ്ഞ 50 വർഷത്തിനിടെ 6ലധികം യുദ്ധങ്ങൾ നടത്തുന്നു. 5 രാജ്യങ്ങൾ ഒരുമിച്ച് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നു. ചുറ്റിനുമുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. വലിയ വലിയ രാജ്യങ്ങളാൽ ബോയ്ക്കോട്ട് ചെയ്യപ്പെടുന്നു. ഇതിനു പുറമെ ഇറാന്റെ ഭാഗത്തു നിന്നും എന്നേക്കുമായുള്ള നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന ഭീഷണിയും. هذا الكيان الخبيث وقد أبقى نفسه قائما عبر ضخ أمريكا الدعم له فلن يكتب له البقاء بإذن الله تعالى. فریاد میزنن مرگ بر اسرائیل. പറയാൻ ചൈനയുടെ അത്ര വലിയ ആർമിയോ ഇന്ത്യയുടെ അത്ര ലേബർ പവറോ ഇല്ല. സൗദി അറേബ്യ പോലെ വലിയ എണ്ണപ്പാടങ്ങളോ നാച്ചുറൽ റിസോഴ്സസോ ഇല്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും എങ്ങനെ ഇസ്രായേൽ എന്ന ഈ ഒരു രാജ്യം ഒരു സ്റ്റാർട്ടപ്പ് നേഷനായി മാറി? ഒരു കാലത്ത് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതിരുന്നൊരു രാജ്യം, പെർ പേഴ്സൺ 10 ലിറ്റർ വാട്ടർ റെസ്ട്രിക്ഷൻ വെച്ചിരുന്ന സമയം 1948 ഇസ്രായേലിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല ഈ ഒരു രാജ്യം ഇങ്ങനെ ഡെവലപ്പ് ആകുമെന്ന്. ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ ഇതും ഒരു ബാക്ക്വേർഡ് കൺട്രിയാണെന്നേ എല്ലാവരും പറയൂ. ഈ വിലയിരുത്തലുകളെല്ലാം തെറ്റാണെന്ന് സ്ഥാപിച്ച് എങ്ങനെ ഇസ്രായേൽ എന്ന ഈ ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും ധനിക രാജ്യമായി മാറി അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു രാജ്യത്തെ കാണുന്ന ഉടനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചോദ്യം, വെള്ളമോ ലേബറോ മിലിറ്ററിയോ നാച്ചുറൽ റിസോഴ്സസോ എണ്ണപ്പാടങ്ങളോ ഇല്ലാതെ ഇത്ര ചെറിയൊരു രാജ്യം എങ്ങനെ 8th മോസ്റ്റ് പവർഫുൾ നേഷൻ ഇൻ ദ വേൾഡായി മാറി? എന്തെല്ലാം സ്ട്രാറ്റജീസാണ് അവർ ഉപയോഗപ്പെടുത്തിയത്? തുടർച്ചയായ യുദ്ധങ്ങൾക്കിടയിലും എങ്ങനെ ഈ ഒരു രാജ്യം ഒരു സ്റ്റാർട്ടപ്പ് ഹബ്ബായി മാറി? ഇസ്രായേലിൻ്റെ കഥ ആരംഭിക്കുന്നത് 14th May 1948 അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടി പിറ്റേന്ന് അറബ് കൺട്രീസ് ഇവരെ ആക്രമിക്കുന്നു. ഒരൊറ്റ രാജ്യമല്ല, മറിച്ച് 5 വ്യത്യസ്തങ്ങളാർന്ന രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമണം നടത്തുന്നു. ഈ രാജ്യങ്ങളായിരുന്നു ഈജിപ്ത്, സിറിയ, ജോർഡൻ, ലെബനൻ ആൻഡ് ഇറാഖ്. There was a bombing of Israel the next morning by Egypt and Arab. Thousands of tanks from Egypt, Jordan, Syria surrounded the Israeli. ആ സമയത്ത് ഇസ്രായേൽ വളരെയധികം ദാരിദ്ര്യം പിടിച്ചൊരു രാജ്യമായിരുന്നു. സ്റ്റാലിൻ നൽകിയ ഏതാനും ചില ആയുധങ്ങളല്ലാതെ ഇവരുടെ കയ്യിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പ്രഥമ ദൃഷ്ടിയിൽ എല്ലാവർക്കും തോന്നുക ഇസ്രായേൽ തോൽക്കുമെന്നാണ്. അറബ്സിന് മനസ്സിലാക്കാൻ പോലും കഴിയാത്തൊരു സൈക്കോളജിക്കൽ മൂവ് ഇവരുടെ അടുത്തുണ്ടായിരുന്നു. യുദ്ധം വിജയിക്കുക മാത്രമല്ല, മറിച്ച് നോർത്തേൺ ഏക്കറും ജെറുസലേമും തിരിച്ച് ക്യാപ്ചർ ചെയ്യാനും ഇസ്രായേലിന് സാധിച്ചു. അവർ ഉപയോഗിച്ച സ്ട്രാറ്റജി ഇതായിരുന്നു. യുദ്ധത്തിനിടെ ബോംബ്സും ആർട്ടിലറീസും തീരുന്ന സാഹചര്യത്തിൽ സെൽസർ ബോട്ടിലുകൾ ഉപയോഗപ്പെടുത്തുക. സെൽസർ ബോട്ടിലുകൾ എന്നാൽ സോഡ ക്യാപ്ചർ ചെയ്തു വെക്കുന്ന ഗ്ലാസ് ബോട്ടിലുകളാണ്. ഈ ബോട്ടിലുകൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്നും താഴേക്കിടുന്ന സമയത്ത് ബോംബ് ഇടുന്നതിനേക്കാൾ രൂക്ഷമായ ശബ്ദമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ വ്യാപകമായി രാജ്യത്തുള്ള സെൽസർ ബോട്ടിലുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. പ്ലെയിനുകളുടെ സഹായത്തോടെ പിന്നീട് അറബ് ഏരിയസിൽ ഇവ ഡ്രോപ്പ് ചെയ്യുക എന്നതായിരുന്നു അവരുടെ അടുത്ത ഡ്യൂട്ടി. ഈ ശബ്ദം കേട്ട് തങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായി എന്നോർത്ത് അറബ് സൈന്യം പിന്നിലേക്ക് മാറി. അതുപോലെ തന്നെ ഡേവിഡ് ക എന്ന ഈ ഒരു വെപ്പണും അവർ ഉപയോഗപ്പെടുത്തി വളരെ വലിയ തോതിൽ ശബ്ദമുണ്ടാക്കാൻ. അറബ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടോ എന്ന് വരെ അവർ സംശയപ്പെട്ടു തുടങ്ങി. സൈന്യങ്ങളുടെ ഇടയിൽ കോർഡിനേഷൻ ഇല്ലാത്തതായിരുന്നു വാസ്തവത്തിൽ ഇവരുടെ തോൽവിയുടെ ഏറ്റവും പ്രധാന കാരണം. വെപ്പൺസ് ഒന്നുമില്ലാതെ അറബ്സിനെ തോൽപ്പിക്കാൻ അങ്ങനെ ഇസ്രായേലിന് സാധിച്ചു. പിന്നീട് 1967 അറ്റാക്കിലും തങ്ങളുടെ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഇവരെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ഈജിപ്ഷ്യൻ ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബോംബുകളുടെ സഹായത്തോടെ അവരെ പാരലൈസ് ചെയ്യുകയുണ്ടായി ഈജിപ്ത്. അങ്ങനെ അവിടെ നിന്നും വേൾഡിലെ നമ്പർ 1 സ്പൈ ഏജൻസിയായ മുസാദ് ജന്മം കൊള്ളുകയാണ്. തങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അവർ നീങ്ങുന്നതിന് മുൻപ് തന്നെ അവരെ ഇല്ലാതാക്കുക, അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുക. ഇനി നിങ്ങളുടെ മനസ്സിൽ കടന്നു വരാവുന്ന ഒരു ചോദ്യമാണ്, ഇത്രയധികം യുദ്ധങ്ങൾ നടത്തുന്നു, ഇവർ വളരെ വലിയ തോതിൽ ഡിഫൻസ് നടത്തുന്നു, പക്ഷേ ഇവരെങ്ങനെ പ്രോഗ്രസ് ചെയ്തു? ഇവരെങ്ങനെ ഒരു റിച്ച് നേഷനായി മാറി? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എയ്ഡുകളാണ്. അതെ, വ്യത്യസ്തങ്ങളാർന്ന രാജ്യങ്ങളുടെ പക്കൽ നിന്നും ഇസ്രായേലിന് എയ്ഡുകൾ ലഭിച്ചു തുടങ്ങി. ഇവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഏകദേശം വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് $865 മില്യൺ എയ്ഡ് ലഭിച്ചു. കൂടാതെ USA ഇവരെ സഹായിച്ചു. പക്ഷേ എയ്ഡ് തുക കൊണ്ട് മാത്രം എങ്ങനെ ഇസ്രായേൽ മുന്നോട്ട് പോയി? അതാണ് മണി മാനേജ്മെന്റ്.
തങ്ങൾക്ക് ലഭിച്ച പണത്തെ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷനായി ഇസ്രായേൽ ഉപയോഗപ്പെടുത്തി. കഴിഞ്ഞ 15 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതൽ എഞ്ചിനീയേഴ്സിനെയാണ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തത്. പോപ്പുലേഷൻ ലോ ആണെങ്കിലും മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ച് എങ്ങനെ അവരെ വാർത്തെടുക്കണമെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു. ഒരു ടെക് സൂപ്പർ പവർ ആകണമെങ്കിൽ എല്ലാ ഫീൽഡിലേക്കും ജനങ്ങൾ പോകണമെന്ന് ഇസ്രായേലിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കോപ്പി പേസ്റ്റ് പ്രോജക്റ്റിനേക്കാൾ അവർ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഔട്ട്ഡേറ്റഡ് ആയ സിലബസിൽ കുറേ പേരെ പഠിപ്പിച്ച് റാങ്ക് മേടിപ്പിക്കുക എന്നതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. മറിച്ച് ഫ്യൂച്ചറിലേക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ, വാട്ടർ സ്കേഴ്സിറ്റി, ഇറിഗേഷൻ, ഡിഫൻസ് ആൻഡ് മെഡിക്കൽ, ഇത് രാജ്യത്തിൽ ഇൻവെൻഷൻസിന് കാരണമായി. ഇവിടെയുള്ള ജനങ്ങൾ റിസ്ക് ടേക്കിംഗ് ആയി മാറി. ജനങ്ങൾക്കൊരു പ്രോബ്ലം സോൾവിംഗ് മെന്റാലിറ്റിയാണ് ഇസ്രായേൽ പകർന്നു നൽകിയത്. ചുറ്റും ശത്രുക്കളായതുകൊണ്ട് തന്നെ ഒരു ഡൂ ഓർ ഡൈ സിറ്റുവേഷൻ ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇവരുടെ പ്രോഗ്രസിനും കാരണമായത്. ഇവിടെ ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ 1960-ലെ വാട്ടർ ഷോർട്ടേജിനെ ഓവർകം ചെയ്യാൻ സിംജ ബ്ലാസ്റ്റ് എന്ന എഞ്ചിനീയർ ഡ്രിപ്പ് ഇറിഗേഷൻ ടെക്നിക് ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ന് ഈ കമ്പനിയായ നെറ്റാഫാം ഡ്രിപ്പ് ഇറിഗേഷൻ ലോകത്തെ പഠിപ്പിച്ച് ഏതാണ്ട് $7.5 ബില്യൺ ആണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇതേ ടെക്നിക്കിന്റെ സഹായത്തോടെ 60% ലെസ് വാട്ടർ യൂസേജോടുകൂടി വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വിളകൾ വിളയിക്കാനും ഇവർക്ക് സാധിക്കുന്നു. കൂടാതെ മെഡിക്കൽ ഫീൽഡിലും ക്രോണിക് സ്റ്റമക് പെയിന് ഫിക്സ് ചെയ്യാനുള്ള മെഡിസിൻസും ആദ്യമായി കണ്ടെത്തുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഇതിനു പുറമെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്കയുമായി ചേർന്ന് നിർമ്മിക്കാനും ഇവരെ കൊണ്ട് കഴിഞ്ഞു. മോഡേൺ ഐഡിയയായ സെൽഫ് കാർ ഡ്രൈവിംഗ് മെക്കാനിസവും ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നത് ഇസ്രായേൽ കമ്പനികൾ തന്നെയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വാട്ടർ സ്കേഴ്സിറ്റി, ഡിഫൻസ് ആൻഡ് മെഡിക്കൽ ഫീൽഡിനെ ഫിക്സ് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചു. ഇങ്ങനെയെല്ലാം ആണെങ്കിൽ കൂടിയും ഇസ്രായേലിന്റെ വിപ്ലവകരമായ മാറ്റം വരുന്നത് 1991 കൂടിയാണ്. അതെ, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം. 1991-ലെ USSRന്റെ തകർച്ചയ്ക്ക് ശേഷം 1 മില്യണിലധികം ജൂസാണ് മൈഗ്രേറ്റ് ചെയ്ത് ഇസ്രായേലിലേക്ക് എത്തിയത്. ഈ ഒരു സമയത്ത് വളരെ ഫേമസ് ആയിരുന്നു USSR തങ്ങളുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പേരിൽ. ഇസ്രായേലിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വന്ന ജനത സാധാരണക്കാരായിരുന്നില്ല. സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരായിരുന്നു. ഈ കാരണത്താൽ തന്നെ വളരെ വലിയൊരു സ്കിൽഡ് വർക്ക് ഫോഴ്സും ഏകദേശം 20% പോപ്പുലേഷനും ഇൻക്രീസ് ചെയ്യാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഇസ്രായേലിന് സാധിച്ചു. സ്കിൽഡ് വർക്കേഴ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, രാജ്യങ്ങളും കമ്പനികളും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ കോൺസ്റ്റന്റ് വാർ നടക്കുന്ന ഒരു രാജ്യത്തിൽ അവരെങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തും? ഇവിടെയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ശരിയായ ഒരു മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെക്കുന്നത്. ഒരു കമ്പനിക്കും റിജക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഓഫറുകളായിരുന്നു ഇസ്രായേൽ അവർക്ക് വാഗ്ദാനം ചെയ്തത്. അതായിരുന്നു യോസ്മ ഫണ്ട്, ഏകദേശം $100 മില്യൺ ഒരു ഇനിഷ്യേറ്റീവ്. 1993-ലാണ് ഇസ്രായേൽ ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്. ഏകദേശം 830 കോടി രൂപയുടെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്. ഒരു കമ്പനിക്കും റിജക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരുന്നു അവരിതിനെ ഡിസൈൻ ചെയ്തത്. അവരുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നു: ഒരു സ്റ്റാർട്ടപ്പിന് $10 മില്യൺ ആണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ 4 മില്യൺ ഗവൺമെന്റും 6 മില്യൺ നിങ്ങളും അടയ്ക്കണം. എന്നാൽ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ ഇതായിരുന്നില്ല. ഈ ഒരു കമ്പനി ഫെയിൽ ആവുകയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നഷ്ടം നമുക്ക് 2 പേർക്കും. എന്നാൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം ഈ ഒരു കമ്പനിയെ നിങ്ങൾക്ക് അന്ന് ഗവൺമെന്റ് അടച്ച അതേ പേയ്മെന്റ് തിരികെ അടച്ച് മുഴുവനായി വാങ്ങാനും സാധിക്കും. ഈ ഒരു ഓഫറിനെ ഏത് കമ്പനിയാണ് റിജക്റ്റ് ചെയ്യുക? യൂറോപ്യൻ, അമേരിക്കൻ കമ്പനികൾ ചാടി വീണു. യോസ്മ ഫണ്ടിന്റെ സഹായത്തോടെ ഏകദേശം 164-ലധികം സ്റ്റാർട്ടപ്പുകൾ മുന്നോട്ട് വന്നു. ഇന്ന് നാം കാണുന്ന പല മൾട്ടിനാഷണൽ കമ്പനികളും ചെറിയ സ്റ്റാർട്ടപ്പുകളായി ഇസ്രായേലിൽ തുടങ്ങിയവയെ അക്വയർ ചെയ്തവയാണ്. ഒരു വാറിംഗ് നേഷനിൽ നിന്നും എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഹബ്ബാകാമെന്ന് ഇസ്രായേലിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. വ്യക്തമായ ലീഡർഷിപ്പും സ്കിൽഡ് മൈൻഡ്സും കൃത്യമായ പ്ലാനിങ്സുമായിരുന്നു ഇസ്രായേലിന്റെ ഉദയത്തിന് കാരണമായത്. ഇസ്രായേലിന്റെ ഈ ഒരു ഉയർച്ചയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.